കീം പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിന് 1-ാം റാങ്ക്, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് 2-ാം റാങ്കും തൃശൂർ സ്വദേശിനി വിസ്മയ 3-ാം റാങ്ക് കരസ്ഥമാക്കി. ഫാർമസിയിൽ തൃശൂർ സ്വദേശികളായ വിനായക് നാരായൺ 1-ാം റാങ്കും ജെസ്സി ജസ്റ്റിൻ 2-ാം റാങ്കും നേടി. എഞ്ചിനീയറിംഗിൽ 1-ാം റാങ്ക് നേടിയ റോഷൻ രാജുവിനെ മന്ത്രി നേരിട്ട് വീട്ടിലെത്തി അഭിനന്ദിച്ചു. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയിൽ 79,717 വിദ്യാർത്ഥികൾ ഇടം നേടി. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്കും കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് 2-ാം റാങ്കും കരസ്ഥമാക്കി. തൃശൂർ സ്വദേശിനി വിസ്മയക്കാണ് 3-ാം റാങ്ക്. 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഫാർമസിയിൽ തൃശൂർ സ്വദേശികളായ വിനായക് നാരായൺ 1-ാം റാങ്കും ജെസ്സി ജസ്റ്റിൻ 2-ാം റാങ്കും നേടി. വലിയ തയ്യാറെടുപ്പുകളോടെ പരാതികളില്ലാതെ സമയബന്ധിതമായാണ് പരീക്ഷ നടത്തിയതെന്നും CBSE ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തെ തുടർന്നാണ് ഫലപ്രഖ്യാപനം വൈകിയതെന്നും മന്ത്രി പറഞ്ഞു. എഞ്ചിനീയറിംഗിൽ 1-ാം റാങ്ക് നേടിയ റോഷൻ രാജുവിനെയും 2-ാം റാങ്ക് നേടിയ ധ്യാനിനെയും മന്ത്രി നേരിട്ട് വീട്ടിലെത്തി അഭിനന്ദിച്ചു. ജൂലൈ 8-ന് ആദ്യഘട്ട എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് നടപടികൾ ആരംഭിക്കും. ഓഗസ്റ്റ് 14-നകം പ്രവേശനം പൂർത്തിയാക്കും. കേരളത്തിൽ 192 കേന്ദ്രങ്ങളിലായി 95,016 പേരാണ് പരീക്ഷ എഴുതിയത്. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ 1-ാം ഘട്ട അലോട്ട്മെന്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 30/6/2026 ആരംഭിച്ച് 4/7/2026 അവസാനിക്കുന്നതാണ്. മറ്റ് നടപടികൾക്ക് ശേഷം 8/7/2026 ആദ്യഘട്ട അലോട്ട്മെന്റ് ആരംഭിക്കുന്നതാണ്. ഇത് നമ്മൾ AICTE ഷെഡ്യൂൾ നമ്മുടെ മുമ്പിലുണ്ട്. AICTE ഷെഡ്യൂൾ അനുസരിച്ച് ഓഗസ്റ്റ് 14-നകം ബിടെക്കിന്റെ അഡ്മിഷൻ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് സമയബന്ധിതമായിട്ട് അതിന് നേരത്തെ തന്നെ നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നുള്ളത് അവരുടെ ജീവിത യാത്രയുടെ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഒരു അവസാനമായിട്ട് ആരും കാണേണ്ടതില്ല. ജീവിതത്തിൽ വിജയിച്ചവർക്കൊക്കെ പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള തിരിച്ചടികളും പരാജയങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇതൊരു പരീക്ഷ മാത്രമാണ്. അതിനെ ആ നിലയ്ക്ക് കാണുക. എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളോ അല്ലെങ്കിൽ പോരായ്മകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള നിരവധി അവസരങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. ആ നിലയ്ക്ക് അതിനെ കാണണം. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.